സുഖമായിരിക്കുന്നല്ലോ. നമ്മളൊരു വലിയൊരു പര്യടനമായിട്ട് ഇറങ്ങിയ സ്വാമിജി. കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഇത് തന്നെയാണല്ലോ. അപ്പൊ അങ്ങയുടെ ഒരു അഭിപ്രായം എങ്ങനെ പെട്ടെന്ന് പ്രേക്ഷകരോട് പറഞ്ഞാൽ? തീർച്ചയായിട്ടും കേരളം നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്താണ് ലഹരി ഉപയോഗം. അതിനെ സംബന്ധിച്ച് നടന്നിരിക്കുന്ന വലിയ പാതകം, അതിന് സാക്ഷിയായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ യുവാക്കളായിട്ടുള്ള ആളുകൾ, യുവാക്കൾ മാത്രമല്ല നാനാ തുറകളിലുള്ള ആളുകൾ ലഹരിയുടെ വലിയ പിടിയിലാണ് അമർന്നിരിക്കുന്നത്. അതിനെതിരെ സമൂഹത്തിന് പ്രതികരിക്കാനുള്ള സമയമായിരിക്കുന്നു, ഇടപെടാനുള്ള സമയമായിരിക്കുന്നു. താങ്കളെപ്പോലെയുള്ള ആളുകൾ ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് വിവരിക്കുവാൻ സാധിക്കുന്നില്ല. അത്ര വലിയൊരു കാര്യമാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ. 30 ദിവസം കൊണ്ട് കാസർഗോഡ് എത്തും. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെയും കൂടെ പിടിക്കുന്നു. നമുക്കിപ്പോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പുതിയൊരു ജനറേഷൻ അതിൽ പെട്ടുപോകുന്നുള്ള ഭയം. അതെ, ഏതാണ്ട് ഒരു 8-നും 10-നും വയസ്സിനിടയിലുള്ള കുഞ്ഞുങ്ങൾ വരെ ലഹരിക്ക് അടിമയാണെന്ന് കാണുന്നത് പ്രത്യേകിച്ചും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ കൂടുതലായി നടക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് തന്നെയുള്ള അവയർനെസ്സും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഇടയിലുള്ള അവയർനെസ്സും. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ശിക്ഷിച്ചോ തല്ലിയോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയോ ഒക്കെ നമുക്ക് അതിനകത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ കഴിയും. ഈ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ശിക്ഷാ നടപടികളും പ്രായോഗികമാകുകയില്ല. അങ്ങയുടെ സപ്പോർട്ടെല്ലാം നമുക്ക് വേണം. തീർച്ചയായിട്ടും. വാർത്തയ്ക്ക് സമയമായതുകൊണ്ട് അപ്പോ മാത്രമല്ല അങ്ങയുടെ ആളുകളെയും സംഘടിപ്പിച്ച് ഇത് വലിയൊരു ഐക്യനിര നമുക്കുണ്ടാക്കാം. കേരളത്തിൽ ഉടനീളം കാസർഗോഡ് താങ്കളുടെ ഈ കാര്യം എത്തിച്ചേരുന്ന സമയത്ത് ഇതിന് വലിയ മാറ്റം, വലിയ അവബോധം, വലിയ അവയർനെസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയൊക്കെ വലിയ പിൻബലമായി ഇതിന്. തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ള പിന്തുണകളും നമ്മുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഗുരുരത്നം ജ്ഞാനതപസ്യാണ് നമ്മോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം മാത്രമല്ല കേരളത്തിലെ കുറിച്ച് അറിയാവുന്ന എല്ലാ ആളുകളും സംസ്കരിതായും നമുക്കുണ്ട്.